Yes, ടെന്നീസ് ബോൾ ഇല്ലേ, ടെന്നീസ് ബോളിൻ്റെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാ 전 세계를 여행해요. 저는 85개국을 여행하고 그녀도 100개국을 여행했어요. 신나죠 뭐라고. ഫൈനലി അങ്ങനെ സർപ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം. How was my surprise? Tell me. Crazy, because I mean, I didn't expect that you come here. Not just come here, like you find my house. Because I never told you, not exactly where I live. This is Mahin. Now you know, right? Now you know, right? No, but I was inside your room. House at my room. That's crazy. That my room. It's really my room. If they see you, maybe they will, I don't know, screaming or something. Because I never expect guests here. You know, that's the thing. You're a good liar, because I really believe you when you told me, yes, I'm preparing for the butterfly, and I really believe you. You're a good liar. That's scared me. Yeah, just for doing surprise, I will lie. Always no, okay? I hope so. Always no. You don't eat. You look so skinny. No, I'm eating, but I'm doing, now I'm really doing physical, like job, you know, really physical. So, because if I eat too much, I'm doing the whole exercise, too much exercise the whole day. ഒന്നും കഴിക്കൂലെന്ന് കേട്ടോ, ഭയങ്കര സ്കിന്നി ആയിട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നതാണ്, വിശക്കുന്നു കേട്ടോ. ഐ ആം ഹംഗ്രി ബംഗ്രി. ഇവിടെ കിളവന്മാരും പ്രായമായ അപ്പന്മാർ അമ്മൂമ്മമാരൊക്കെ പണിയെടുക്കുന്നതാണ് കേട്ടോ. 90 വയസ്സ് 90 വയസ്സ് എല്ലാവരും, all people working here. Yes, you will see only older people in this city. There is not too much younger people. Only old people. I mean, you can find sometimes I saw, ones. yeah. But here mostly old people. ഇവിടെ പ്രായ ആൾക്കാർ മാത്രമാണ് കേട്ടോ. This is not touristic area. No people come. No, it's not touristic. Yeah, no foreigners like that. Neither, because if there is some tourists, there are people like they are immigrants here, working, and we are not going outside. You know, we are just working in fabric or something similar. So you will never see them on the streets. കൊള്ളാം കേട്ടോ. ചില ആളുകൾ ജോലി എടുക്കുന്നവരുണ്ട്, ജോലി എടുക്കാൻ വേണ്ടിയൊക്കെ വരുന്നവരുണ്ട്. അല്ലാതെ യങ്സ്റ്റേഴ്സൊക്കെ കുറവാണ് കേട്ടോ. ഫുള്ള് പ്രായമായിട്ടുള്ള ആൾക്കാരും. നല്ല ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഒരു ചെറിയ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ, തിയാൻ. ഹൗ ഡു യു പ്രൊനൗൺസ് ദിസ് പ്ലേസ് നെയിം? തിയാൻ. I don't know. Tian? You don't know? How many days now here? Yes, more than 1 month. ഒരു മാസത്തേക്ക് കൂടുതലായി. എന്നിട്ട് I don't meet people from Korea actually. Only meet people from Thailand, Vietnam, and Nepalese people. They're my only friends and co-workers. The only people who they are Korean. They are my boss. And they didn't speak any of English. കൊറിയക്കാർ ബോസ് മാത്രമാണ്. ബാക്കി ഇവരോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെ തായ്ലൻഡ്, വിയറ്റ്നാം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇവളും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവള് വർക്ക് ചെയ്യാണ്. ഇനി ഒരു 18 ദിവസം കൂടെ കഴിഞ്ഞാൽ വർക്ക് തീരും. 45 ദിവസത്തെ വർക്കാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നെക്സ്റ്റ് രാജ്യങ്ങളൊക്കെ കറങ്ങാനുള്ള വിസയുടെയൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, എല്ലായിടത്തും അപ്പൂപ്പന്മാരാണ് കേട്ടോ. വടിയും കുത്തി നടക്കുന്ന അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ എല്ലാവരും കേട്ടോ. ഈവൻ കടയിലൊക്കെ പണിയെടുക്കുന്ന ചില ആളുകൾ പോലും അപ്പൂപ്പന്മാരൊക്കെയാണ് കേട്ടോ. ഇതെന്താ ബർഗർ പെയിൻ്റ് ആണോ? ഇവിടെ ആരും നിർത്തി തരൂല കേട്ടോ. നമ്മൾ സീബ്ര ക്രോസിങ്ങിലാണെങ്കിലും ആരും നിർത്തി തരൂല കേട്ടോ. അയ്യോ, നമ്മളെ ഇതുപോലെ പോകണം. ഒന്ന് നിർത്തിത്താ ആൻറ്റി. ഇവിടെ ഇത് നോക്കിയേ, മെലനാണ് കേട്ടോ. ഹലോ അന്യോങ്സേ. ഇവിടെ താണ്ടേരോ. ഇവിടെ ഒരു മെലനാണ് കേട്ടോ ഇവിടെ ഇട്ട് വിൽക്കുന്നത്. കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി വിൽക്കുന്ന പോലെ. നമ്മൾ നടന്ന് വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എല്ലാ ചെയറിനും എന്താണ്ട് നമ്മുടെ ടെന്നീസ് ബോളില്ലേ, ടെന്നീസ് ബോളിൻ്റെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാ ചെയറിലും അതാണ് കേട്ടോ. ഈവൻ ഇൻ യുവർ ഹൗസ്. In your house also? Yes, I didn't realize. But they start to be normal for me, you know, so now I didn't notice them. Yeah, in your house. അവളുടെ വീട്ടിൽ ഇതുപോലെയാണ് കേട്ടേക്കുന്നത്. നമ്മൾ എന്ത് ഭക്ഷണം Why do you want to choose? I don't know. ഇത് കണ്ടിട്ട് എന്ത് ചൂസ് ചെയ്യാനാ? നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇതെന്താണെന്തോ കേട്ടോ സംഭവം. What is this? I
I don't know. You don't know? But this is a kind of. It's because I don't know if they understand what I'm asking. Smelling something. Salita. Mira, Spicy. spicy. Oh, what is it? Oh, yeah, I don't know. He said something. Okay. ഇവിടെ This has റൈസ്, tuna and he have ഇവിടെ rice. ഇത്. ഓ ദാറ്റ്സ് ടൂണ. പിന്നെ ഇതിൽ നമ്മുടെ എന്തൊക്കെയുണ്ട് കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസത്തുള്ള യാത്രയും വയ്യ കേട്ടോ, സത്യത്തിൽ കിറങ്ങിയിരിക്കുകയാണ് ഞാൻ. Consomida. Kamsamida. Oh, you have to do it like this, you know. Because Kamsamida. this is. How the many cold food you soup. order? Three. This is the cold soup from summer. കോൾ സൂപ്പ്. ഇതെന്താ കോൾ സൂപ്പ്? തണുപ്പത്തുള്ള സൂപ്പാണോ? കുറേ ഉണ്ടല്ലോ. അയ്യോ, കുറേ ഭക്ഷണമുണ്ട് കേട്ടോ. നോക്കൂ. Es una sopa fría que se prepara por verano. ¿Tiene hielo esta madre? No sé, la verdad es que la pedí por curiosidad. It's very hot. You can try the cold soup. Cold soup? I'm actually asking for curiosity, you know, because I never see something like this. And they say on the menu that there's only for summer. Come. A ver, I want to try. It's very cold. Yes, it's cold. I'm so bad for you. തണുപ്പത്തിട്ടേക്കുന്നു കേട്ടോ. It's okay. Not very interesting, but it's okay. It's not bad, neither. Not bad. It's good. Try this. എരിയുണ്ട് കേട്ടോ. This is good. ടൂണയും ചോറും കൊള്ളാം. കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ ലൈക്ക് കൊള്ളാം കേട്ടോ. എനിക്ക് ഭക്ഷണം ഒരു പരിധി വരെ ഭക്ഷണമെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. നൂഡിൽസ് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ ടൂണയും റൈസും കൊള്ളാം. ഇത് കൊള്ളാം. Yes, okay. ഞാനും കൊറിയക്കാരെ പോലെ ആവാൻ തീരുമാനിച്ചേട്ടതാ. കൊറിയക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. മുഖമൊന്നും വെയിലെടുത്ത് അടിപ്പിക്കില്ല. ഞാൻ കിട്ടിയ പേപ്പറും വെച്ച് നടക്കുവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നുള്ളല്ലോ, ഇവർക്ക് വെളുപ്പ് നിറമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. വെളുപ്പെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ്. കളറ് ഭയങ്കര ഒബ്സഷനാണ് കേട്ടോ. വെള്ള കളർ ഇവർക്ക് ഭയങ്കര ഒബ്സഷനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. I don't know if it's recording or because... It's recording. It's hidden. ഞാൻ ഇങ്ങനെ ആരും കാണാതെ ഇറ്റ്സ് ഹിഡൻ. okay. എനിക്ക് Black for... എനിക്ക് ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് തറയിൽ കിടന്ന് കിട്ടിയതാണ് കേട്ടോ. എല്ലാം കണ്ടില്ല, അമ്മമ്മമാർ എല്ലാവരും തൊപ്പിയും ഇതും മാസ്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. എല്ലാവരും everyone having cap, mask and everything, you know. Yes, They don't like scary sun. about sun. Yes. Yeah. Even in China, these countries as well, many. But Asian not this countries, much. I think Yeah, so. Asian countries. അതായത് The thing is like the East standards Asian. from beauty here, they are more higher than... No, it's secret. secret. Secret, but I don't think so that my family look your videos. Yeah, exactly. So no problem. Say actually ഒരു ലോഡ് സാധനം കേട്ടോ. Say how you know what's the time like last time you were home, like how long you were traveling now? 1 year and a half almost. 1.5 വർഷമായിട്ട് ഇപ്പൊ വീട്ടിൽ പോയിട്ടില്ല. ഈ ഒരു ട്രിപ്പിൽ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. എന്റെ അമ്മ ഒരു 10 കിലോ വരും കേട്ടോ. ഗിഫ്റ്റുകൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് വീട്ടിൽ. ഇനിയിപ്പോ ഡിസംബറിൽ പോകുമ്പോ കൊടുക്കാൻ. This is remember me that when this bag is too heavy is because I have to need to go home. Like kind of how can I say? I mean, because you know when I feel that the bag is really heavy is because I need to see my family in the same time. So it's like both things, you know. It's for the souvenirs, but at the same time because I miss home part of me. So. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച ഓരോ സുവനീസ് ആണ് കേട്ടോ. വീട്ടിലെ കുട്ടികൾക്ക്, അമ്മയ്ക്ക്, അച്ഛന് എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. I'm rich. So
I have some Thai money that you can use it because sometimes, most of the time, there's just a small notes, but Want to see sometimes this. there's like a big ones that I forget to change or something. So I remember that I let some big ones in from Thai, but I. ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഫാമിലിക്ക്, നാട്ടിലെ ഫ്രണ്ട്സ്, നല്ല നല്ല അടിപൊളി സോനീസ് കേട്ടോ. ഇതെല്ലാം ഓരോ രാജ്യങ്ങളിൽ നിന്ന്, മലേഷ്യ, ഒരു കെട്ട് സാധനം ഉണ്ട് കേട്ടോ. ഒരു ചാക്ക് വീട്ടിലത്തേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷെ ഇതും തൂക്കി ഇനിയുള്ള കാലം മുഴുവൻ ഡിസംബർ വരെ കറങ്ങണം. എന്നിട്ട് വീട്ടിൽ. അപ്പം അവള് പറയുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ ഓരോ വെയിറ്റ് ഡെയിലി എനിക്ക് തോന്നുമ്പോഴും എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്, എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇതെല്ലാം എന്നുള്ള ഒരു സന്തോഷം. മനസ്സിലായില്ലേ? ആ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് ഇത്രയും വെയിറ്റ് വെച്ച് ഇങ്ങനെ നടക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ലഡാക്ക് ഫ്രം ഇന്ത്യ വാങ്ങിച്ച സാധനമാണ് കേട്ടോ. നോർവേയിലുള്ള ഒരു കോയിനാണ് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല രസമുള്ള കോയിൻ കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു ലോഡ് കോയിനും കൊണ്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. കോയിൻസ്, ഒരു ലോഡ് കോയിൻസ് കുറേ ഉണ്ട് കേട്ടോ. കറൻസികള്. നമ്മള് ഇവിടെ ഇനി ഇതാ സൂപ്പർ മാർക്കറ്റിലുള്ള റോഡുമാണ്. കാരണം ഇവിടെ 8 മണിക്ക്, വൈകുന്നേരം 8 മണിയായിട്ടോ, 8 മണിക്ക് സൂപ്പർ മാർക്കറ്റ് എല്ലാം അടയ്ക്കും. സൂപ്പർ മാർക്കറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ഓടി എന്തെങ്കിലും വാങ്ങാനാണ് കേട്ടോ, രാത്രി കഴിക്കാനായിട്ട്. അതിന് നല്ല ഉറക്കമായതുകൊണ്ട് ഒരു സ്ഥലത്തും പോയില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഓപ്പൺ 5-6 മിനിറ്റ്. സൂപ്പർ മാർക്കറ്റിലെങ്കിലും ഒരു പ്രായം കുറഞ്ഞ ഒരു കിളിയെ കാണാൻ പറ്റി. സത്യം പറയാനല്ലോ, ഇവിടെ എല്ലാം പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ പൊതുവെ. എന്തൊക്കെയുണ്ടല്ലോ വേണ്ട. എല്ലാത്തിനും 4800 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 250 ആവൂലേ? 250 ആവും കേട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെ ഐറ്റം ഉണ്ടോ കേട്ടോ. എല്ലാം കുറേ പാക്കറ്റിലുള്ള ഇവരുടെ ഭക്ഷണങ്ങളാണ്. നൂഡിൽസ്, അത് ഇത്. ലാസ്റ്റ് നമ്മൾ 2 പിസ്സ വാങ്ങിച്ചു. പിന്നെ ഇത് ഡ്രിങ്ക്സ് അല്ലേ, നൂഡിൽസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ. നമ്മുടെ റാമൻ നൂഡിൽസിന് വേണ്ടിയുള്ള സംഭവങ്ങൾ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ വാങ്ങാൻ അറിഞ്ഞുകൂടാ. നമ്മുടെ ആലുവേര ജ്യൂസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് നല്ല രസമുള്ള ഇതാ. കുംസമിത ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ സിഗരറ്റ് ഇവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. സിഗരറ്റ് അങ്ങനെ 8 o'clock വി ഫിനിഷ് ക്ലോസ് 8:01 അങ്ങനെ കട അടച്ചു. നമ്മള് 2 പിസ്സ വാങ്ങിച്ചു. ഇനി മൈക്രോവേവിലിട്ട് പിസ്സ ഡേ ടുഡേ. നല്ല കാം. യങ്ങർ പ്രായം കുറഞ്ഞ ആളെ കണ്ടെത്തി കേട്ടോ. അയ്യോ, വേണ്ട, ഫുള്ള് ചെറിയ വീടുകളാണ് കേട്ടോ. അതാ കുഞ്ഞു വീടുകൾ. വെരി സ്മോൾ ഹൗസ്. അമ്മമാരുടെയൊക്കെ ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊറിയയുടെ ഒരു ഗ്രാമീണ ലൈഫാണ് കേട്ടോ. ഒരു പാവപ്പെട്ട ഒരു ലൈഫാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കൊറിയയുടെ ഒരു ട്രഡീഷണൽ ഹൗസാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. വാവ്, അടിപൊളി കേട്ടോ വീട്. ആണ് കേട്ടോ ഇവരുടെ ട്രഡീഷണൽ വീടുകൾ. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പഴയ വീടുകളാണ് കേട്ടോ. പിന്നീട് മാറി കാലപ്പഴക്കം വന്നപ്പോൾ പുതിയ തരത്തിലുള്ള വീടുകൾ വന്നിട്ടാണ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ, കോൺക്രീറ്റ് വീടുകളൊക്കെ ആയിരിക്കുന്നത്. പണ്ടത്തെ കൊറിയൻ വീടുകൾ ഇതുപോലത്തുള്ള വീടുകളാണ് കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഓഫീസുകളോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇവർ നിർമ്മിച്ച വീടുകളൊക്കെയാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത്. പിന്നീടാണ് ഇതുപോലെ, ഇതൊക്കെ നമ്മുടെ മേഘാലയയിലെ വീടുകൾ പോലെയാണ് കേട്ടോ ഈ കാണുന്ന വീടുകളൊക്കെ നമുക്ക് തോന്നുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. ചെറിയ നമ്മുടെ നാട്ടിലെ LPS സ്കൂളൊക്കെ പോലെ, LP ചെറിയ പ്രൈമറി സ്കൂൾ പോലെ കേട്ടോ, എലമെന്ററി സ്കൂൾ പോലത്തെ സ്കൂള്. കണ്ടില്ലേ, റോഡിൽ ഒരു മനുഷ്യനില്ല. എവരിബഡി ഈസ് സ്ലീപ്പിംഗ്. ദിസ് ഈസ് ലൈക്ക് എ ഡെഡ് സിറ്റി, യു നോ. It's like grandma's city. City of grandma. Only like really adult people. So I think the younger people, they going to study to Seoul or the kind of job like office. Exactly. Younger ആയിട്ടുള്ള ആളുകൾ സോളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാനും പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ആരുമില്ല. What they say? I don't know. Mexico, India. 인도, 멕시코. 배워두면 좋지 뭐. 어디 말이든 배워두면 좋아. 몰라요? No. 그랬어? English or Spanish? English, Koreano. Korean, no. ഇവിടെ ഒരു നല്ല ഇതുപോലുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും. ഒരു പാർക്കിൽ ആകെ കണ്ടത് 2-3 അമ്മൂമ്മമാരെയൊക്കെയാണ് കേട്ടോ. 안녕하세요. 안녕하세요. അയ്യോ, ട്രാൻസ്ലേറ്റ് പ്ലീസ്.
그런데 이 멕시코 여자가 지난주부터 이 마을을 여행하고 있었어요. They are sleeping. Oh. 돌아서 하우스. Okay, okay. Ichis, bye bye. Bye. Kamasing. Kumsamida. Kumsamita. അങ്ങനെ അവരും പോയി കേട്ടോ. ഇവരിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരും പോയി. എല്ലാവരും വീട്ടിൽ ഓടുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? സേയുടെ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട്. സൈസ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്യുവാണ് കേട്ടോ. It's too frozen. Say, tell me about my surprise. How was it? Say. Really a surprise. I mean, but you know, I'm more surprised about that you go inside the house. Like you can know my room. That is crazy. You know, Yes, I mean, I don't have nothing to say about it. It's really crazy that you can actually find my room because you know more or less where I live, but the building is huge. So that you knock every door. How happy you are? Really happy. I don't think so. You don't think so? Just kidding. I'm sad that you will leave soon, but yes, really happy. Every, meeting has an ending, That's horrible. I hate the ending. Unfortunately, you find a time machine so you can stop. So I will not go, Time machine. We will see. മറ്റേ ഇറച്ചി ഇറക്കുന്ന പോലെയാണ് കേട്ടോ ഫ്രോസൺ പിസ്സ ഇറക്കുന്നത്. ഇവിടുത്തെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പഴയ തട്ട് വീടുകളിലില്ലേ, ഓടിറ്റ വീടുകളിലെ അതുപോലത്തുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഈവൻ തടിയായാലും ഡോറായാലും കണ്ടില്ലേ, ആണ് നമ്മുടെ നാട്ടിലേക്ക് പോലെ പണ്ട് കാണുന്ന രീതിയിലുള്ള. ഇതിങ്ങനെ നീക്കുന്നതാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ്. Really like Oh, you can make it with cola actually. It's so nice. It's like the juices. My god, it's super nice. Can I go Can I different? taste like this? I can. Yes. You will eat it then. I love it. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. താങ്ക് യു. ഗ്രാസിയാസ്. You're welcome. It's good. Yeah. Say became like Korean now. ഇതെന്തെന്നോ, ഇത് നമ്മുടെ സാൽമൺ ഫിഷിന്റെ സ്പേം ആണ് കേട്ടോ. സാൽമൺ ഫിഷിന്റെ ബീജമാണ് ഈ മുഖത്ത് വാരിയിടുന്നത് പ്രായം കുറവാകാതിരിക്കാൻ കേട്ടോ, പ്രായം കൂടാതിരിക്കാൻ വേണ്ടി. I need to go like more than 5 pharmacies for find them, because 5 it's like മെഡിക്കൽ സ്റ്റോർ നടന്നിട്ടാണ് ഈ സാധനം കിട്ടിയെന്നാണ് കേട്ടോ പറയുന്നത്. കൊറിയയിൽ ഇവര് ഫുള്ള് ക്രീമും ഇതും എനിക്ക് എന്നെ കണ്ടിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. സേ എന്നെ മുഖത്തും ചുണ്ടിലും എല്ലായിടത്തും എനിക്ക് ഇട്ടുതന്നിരിക്കുകയാണ് എന്തൊക്കെ ക്രീം കേട്ടോ. ഞാൻ ഇതൊന്നും ഇടൂല. സേയുടെ കൂടെ യാത്ര ചെയ്തപ്പോഴാണ് കുറേയൊക്കെ ഞാൻ അന്നിട്ടത് കേട്ടോ, ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോൾ. അങ്ങനെ അടുത്ത ദിവസമായി രാത്രി കടന്ന് എണീറ്റു. എനിക്ക് വീണ്ടും കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് എന്നെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോണ്. സേ, where are you taking me? Which city? Seosan. സിയോസാനിലോട്ടാണ് കേട്ടോ എന്നെ സേ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. തൊട്ടടുത്തുള്ള വേറൊരു നഗരമാണ്. അവിടെ ഇവിടുത്തെ പോലെ എന്താ പറയുക, പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല കുറച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയാണ് കേട്ടോ കോമഡി. യങ്സ്റ്റേഴ്സും ഇല്ല ഫുള്ള്, കാരണം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ആൾക്കാരെല്ലാം ഇവിടെ ജീവിക്കുന്നില്ല. യങ്സ്റ്റേഴ്സിന് ഇവിടെ താമസിക്കാനും ഇഷ്ടമില്ല. സോള് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കാനും ഇഷ്ടമുള്ളൂ. കണ്ടില്ലേ, എല്ലാവരും എത്ര പ്രായമായ ആൾക്കാരാണ്. ലെറ്റ്സ് ക്രോസ്. നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ തണ്ണിമത്തനും എന്ത് രസമല്ലേ മെലൻ. In the next city, it will be people like under 50 years old. Under 50. ഇവിടെ 50 വയസ്സിന് കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ. ഹലോ. അയ്യോ, എനിക്കറിയാവുന്നുള്ള ഡ്രൈവർ ആയിരുന്നു കേട്ടോ, പുള്ളി പോയി. ഇവിടെ വേണ്ടേ കുറച്ച് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ഹലോ. ഇവിടെ എന്തൊക്കെയാ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാഴ്ച. നോ വീഡിയോ എന്തൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ ഇവരുടെ ലോക്കൽ സ്ട്രീറ്റ് ഫുഡ്. വേണ്ട ഇവിടെ എന്തൊക്കെയാ വിൽക്കുന്നു. ഇതിൽ എല്ലാം ഇൻട്രസ്റ്റിംഗ് കേട്ടോ. എല്ലാം പ്രായമായിട്ടുള്ള ആൾക്കാർ.
ബസ് ഇറങ്ങുന്നവരും ബസ് കയറുന്നവരും എല്ലാവരും കണ്ടില്ലേ. എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയയുടെ വൃദ്ധസദനത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്തോ പറയുന്നു. No. Hindu. Mexico. അമ്മമ്മ വാങ്ങിച്ച ഡ്രസ്സ്, കടയിൽ നിന്ന് പോയി വാങ്ങിച്ച ഡ്രസ്സ് ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സാണ് വാങ്ങിച്ചിട്ട് വന്നതെന്ന്. കണ്ടില്ലേ, എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് കേട്ടോ. പരസ്പരം കുറേ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. ഇവിടെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നത്, ബസ് സ്റ്റോപ്പ് കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നതും അപ്പൂപ്പനമാരാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നതും ഒരു അപ്പൂപ്പനാണ് കേട്ടോ. ഇവരാണ് ബസ് കൺട്രോൾ ചെയ്യുന്നത്. means breathing. Kumsamita. Both ipo. You ipo. This good. ഇപ്പൊ നല്ല ഭംഗിന്നാണ് കേട്ടോ ഇപ്പോനെ പറയുന്നത്. ഇപ്പോ മീൻസ് ബ്യൂട്ടിഫുൾ. എന്നെ കണ്ടിട്ട് പറയാ ഇപ്പോ ബോയ്സ്, ഇപ്പോ പീപ്പിൾ. I didn't know that you can say ipo to the boys actually. അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. 802 ആ കാണുന്ന ബസ്. ഈ കാണുന്ന വേറെ ഏതോ ഭാഗത്താണ്. ഓക്കെ, ബൈ. എല്ലാവരും നമ്മളടുത്ത് നല്ല കമ്പനിയാണ് കേട്ടോ. ഈവൻ ദോ അവർ വിചാരിക്കുന്നതാണ് നമ്മളിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണെന്ന്. എന്ത് ക്യൂട്ടല്ലേ ഇതാ ബസ് കയറാൻ വേണ്ടി പോകുന്ന അമ്മമ്മമാര്. ഇതുപോലത്തുള്ള പണിയാണ് കേട്ടോ നമ്മുടെ സ്റ്റേ ചെയ്യുന്നത്. ഗാർലിക് ഒക്കെ പോയി ഫീൽഡിൽ നിന്ന് പറക്കും. ഇതുപോലുള്ള ഫീൽഡുകളിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. All these fields are from girls. Today no job? No job for 2-3 days. I'm so happy. I can move my hands again. Yeah. You have to say thanks to me. Yes, but I will be going to be poor because I will not work. That's money represent too much pay for me, like money for visas. കണ്ടില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ. ഇതുപോലുള്ള ഫീൽഡുകളിലാണ് നമ്മുടെ സെയിം വർക്ക് ചെയ്യുന്നത്. കൃഷിപ്പണിയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഉള്ള ഇതുപോലത്തെ അമ്മമ്മമാര് വരെ ഈ കൃഷിപ്പണി ചെയ്യും കേട്ടോ, ഇത്രയും വയസ്സില്. ഇവിടെ വേറെ കണ്ട ഞാനൊരു കാഴ്ചയെന്ന് പറയുമ്പോൾ ഇവിടെ ബസ്സിൽ ആളുകൾ കയറിയിട്ട് ഇരുന്നിട്ട് മാത്രമേ ബസ്സിൽ കൊള്ളൂ കേട്ടോ. എസ്പെഷ്യലി പ്രായമായ ആൾക്കാരുള്ളത് കൊണ്ടാണ്. പക്ഷേ പ്രായമായാലും പ്രായമല്ലെങ്കിലും അവരങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു നിയമം. ഇവിടെ ഫുള്ള് ഇതാ കൃഷിപ്പാടങ്ങളാണ് കേട്ടോ. നമ്മളെ ബസ് വന്ന് കൊണ്ടാക്കി പോയി. നമ്മൾ സിയോസ് ആണെന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. എല്ലാം തന്നെ കാർ ടാക്സി സ്റ്റാൻഡാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഇത് കാണും. നമ്മൾ ടാക്സി ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാനും കുറച്ച് കാഴ്ചകൾ കാണാനൊക്കെയാണ് കേട്ടോ സിയോസ് ആണെന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നത്. ഇവിടെ ഇപ്പോൾ തണ്ണിമത്തനും മത്തൻ്റെയൊക്കെ സീസണാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ തണ്ണിമത്തൻ, നല്ല രസമുള്ള തണ്ണിമത്തൻ കേട്ടോ. നല്ല കാമാൻ കോയിറ്റ് കേട്ടോ. ഇവിടെ എല്ലാം, ഇവിടെ കണ്ടില്ലേ കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം പച്ചക്കറിയും സംഭവമുള്ള മാർക്കറ്റൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ താണ്ടേ നേരെ നീണ്ടു കിടക്കുന്നൊരു മാർക്കറ്റാണ് കേട്ടോ, ലോക്കൽ മാർക്കറ്റ്. ആൾക്കാരൊക്കെ സാധനമൊക്കെ വാങ്ങാനൊക്കെ വരുന്നതാണ്. ഇവിടെ താണ്ടെ മെലൻസ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പഴം, നമ്മുടെ മുളവാണ് കേട്ടോ ഈ കാണുന്നത്, മുളവിൻ്റെ ചെടി. ഇവിടെ എന്തൊക്കെ സാധനമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ മുറുക്കാൻ പോലത്തെ ഇല. ഓ, ഇത് നമ്മുടെ പ്ലാന്റ് ഒക്കെയാണ്. ഇൻസാമേ, ഓ ഇൻസാമേ, ഓ ഇത് നമ്മുടെ ഞണ്ട്. പിന്നെ ഇതെന്താ, അവിടെ നമ്മുടെ കണവയ സാധനമാണ്. ഫിഷ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ഇവരുടെ വേറൊരു മാർക്കറ്റാണ്, മീനിന്റെയും പച്ചക്കറികളുടെയും മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നല്ല ഫുള്ള് ലൈവായിട്ടുള്ള മീനൊക്കെയാണ് കേട്ടോ. എന്താ ഞണ്ടൊക്കെ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ.
ഫുള്ള് കൂടുതൽ ഞണ്ടാണ് കേട്ടോ. ഞണ്ട്, പിന്നെ വേറെന്തോ കടലുള്ള ഞണ്ട്, നമ്മുടെ ഒച്ച്, അങ്ങനത്തെ സാധനങ്ങൾ. കണ്ട ചെറിയ ഞണ്ടുകൾ കേട്ടോ. ഇതോടെ നമ്മുടെ കണവ, നല്ല രസമുണ്ട്. അവിടെ ക്ലീൻ ചെയ്യുവാണ്. ഇവിടെ നമ്മുടെ മീനിൽ ഈച്ച കയറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവരിങ്ങനെ വെച്ചിരിക്കുന്നത്. ചെറിയ കുട്ടികളാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് എന്തോ വന്ന കുട്ടികൾ. സ്കൂളിൽ നിന്ന് എന്തോ മാർക്കറ്റിൽ ടൂർ കൊണ്ടുപോകുന്ന കുട്ടികളാ. ഇവിടെ നമ്മുടെ ഫുള്ള് ഫ്ലാഗ്സ് ആണ് കേട്ടോ. നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ്സൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൃത്തിയും മെനയും. കുറേ കുട്ടികൾ പിക്നിക്കിന് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ മാർക്കറ്റൊക്കെ കറങ്ങി നടക്കുന്നിട്ട് എന്നിട്ട് ഓരോ കുട്ടികൾ ഓരോ സാധനം വാങ്ങുവാണ് കേട്ടോ അവർക്ക് ആവശ്യമുള്ളത്. ഓ, ഇവിടെ കയറിയപ്പം ഒരുമാതിരി വാട മാറ്റം കേട്ടോ. ഇത് ഫുള്ള് മീനിൻ്റെയാണ് കേട്ടോ. ഫുള്ള് വാട മാറ്റം. ഇവിടെ ഒരു ചാളയും വാളയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുന്നു. കൊള്ളാം കേട്ടോ. ഫുള്ള് മീനിന്റെ മാർക്കറ്റ്. നാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാറ്റം. ഓ, ഇതിങ്ങനെ കാലി കൂടെ ഇട്ടിട്ട് ഇരിക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ പണിയെടുക്കുന്നവർക്ക്. അപ്പൊ ഇങ്ങനെ ചന്തി ഇങ്ങനെ താക്കുമ്പോൾ അത് ഇരിക്കാൻ പറ്റും കേട്ടോ. പണിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ തന്നെ സ്കൂളിലെ കുട്ടികൾ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു പോർട്ടറാണ് കേട്ടോ കുട്ടികളുടെ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ കൊറിയയുടെ ഇവരുടെ നാഷണൽ ഡ്രസ്സൊക്കെയാണ്. അതിൻ്റെ ഒരു ദുക്കാനാണ്, അതിൻ്റെ ഒരു കടയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ തുണിയൊക്കെ വിൽക്കുന്ന കട. എന്ത് ക്യൂട്ടല്ലേ കൊച്ചു കുട്ടികളെ കാണാൻ വേണ്ടി. ഭയങ്കര രസം കേട്ടതോ. ഇവിടെ ഇപ്പോൾ ഗാർലിക്കിൻ്റെ സീസണാണ് കേട്ടോ. സീസണൽ ഗാർലിക്കാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഒരു ഗാർലിക്കിൻ്റെ വലിപ്പം എന്താണ് ഇത്രയുണ്ട് കേട്ടോ. ഒരു വെളുത്തുള്ളിയുടെ വലിപ്പം. ആളുകൾ ഇഷ്ടമുള്ള എടുക്കുമ്പോൾ അതുകൊണ്ട് അവർ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. നമ്മളിവിടുത്തെ ഒരു ക്യൂട്ട് സ്റ്റോറിൽ വന്ന കേട്ടോ. ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കട. അപ്പോൾ അതിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എന്ത് രസമല്ലേ. ഓ, എന്ത് ക്യൂട്ടല്ലേ. മൈ കണ്ടെയ്നർ, സോ ക്യൂട്ട്. ഓ, അടിപൊളി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കസേരയുടെയൊക്കെ ഇതില്ലേ, താഴെയില്ലേ കസേരയുടെയൊക്കെ ഇതിന് ഷോക്സ് ഇടുന്ന. ഇതൊക്കെ കസേര കാലിന് ഷോക്സ് ഇടുന്ന ഇതാണ് കേട്ടോ. കൊള്ളാമല്ലോ. ഇവിടെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എല്ലാം കസേരയുടെ അടിയിലിടാനുള്ള ടെന്നീസ് ബോളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ചെയ്യും. 2-3 സാധനം വാങ്ങാമെന്ന് അവസാനം ഒരു ലോഡ് സാധനമാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്കിതിൽ കുറച്ച് സാധനമുണ്ട് കേട്ടോ. എന്തൊരു മീനല്ലേ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റ്. നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീണ്ടും മീൻ മാർക്കറ്റിലോട്ട് വന്നു. ഹലോ, നല്ല രസമുള്ള മീൻ കേട്ടോ. കാർട്ടൂൺ മീൻ പോലത്തെ സംഭവം. ഇത് മീനിൻ്റെ അകത്തുള്ള സാധനങ്ങൾ അവർ വൃത്തിയാക്കി ഫ്രഷാക്കി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് മീനിൻ്റെ അകത്തുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നോസയോ ഇവിടുത്തെ ഐസ്ക്രീം വണ്ടികൾ പോലും കാണാൻ എന്ത് ക്യൂട്ടല്ലേ. നമ്മൾ ഒരു ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ദിസ്? Well, I know the name like in Mexico like chamito, and the people used to give this to the kids so they can be tall person, you know? I don't know if it's actually worse. I don't think so because Asian people is like kind of. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, അതായത് കണ്ടില്ലേ ഇവിടെ റോഡ് പണി നടക്കുവാണ് കേട്ടോ. റോഡ് പണി നടക്കുമ്പോൾ സാധാരണ ഇവിടെ പണി തീരാത്തപ്പം ബാക്കി സ്ഥലങ്ങളിലൊക്കെ മണ്ണല്ലേ. ഈ മണ്ണൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടി അവർ ഈ കല്ലിൻ്റെ മുകളിലൂടെ ഇതുപോലത്തുള്ള മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒരു ഇതിലും എന്താ പറയുക, ഒരു പൊടിയോ ഒന്നും തന്നെ ഇങ്ങനെ അടിക്കില്ല. അത് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. നമ്മളിവിടുത്തെ ഒരു പാർക്കിലോട്ട് വന്നതാണ്. പാർക്കിൻ്റെ നടുക്കായിട്ട് ഇവരൊരു ആർട്ടിഫിഷ്യൽ ലേക്കൊക്കെ പണിത് വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. കുറേ മരങ്ങളും. ഓ, ഇത് കണ്ടോ,
നിങ്ങൾക്ക് ഇവിടെ വന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം, ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അതുകൊള്ളാം കേട്ടോ. നമ്മൾ നടന്ന് പരിപക്ഷനായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. കുറേ നേരമായിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി നടക്കുവാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ട്, കുറേ സ്ഥലത്തൊക്കെ കയറി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഇവിടെ മിക്ക സ്ഥലത്തും ബീഫാണ് കേട്ടോ. ഒന്നും പറഞ്ഞുകൂടാ കേട്ടോ, പാടുപെടുവാണ് നമ്മള്. ഇംഗ്ലീഷ് എല്ലാവരും തണുത്ത വെള്ളമാണ് കേട്ടോ അവർ കൊണ്ടുവന്ന് വെക്കുന്നത്. എപ്പോൾ വന്നാലും നമ്മുടെ നാട്ടിൽ ചൂടുവെള്ളം വെക്കുന്ന പോലെ ഇവരിവിടെ തണുത്ത വെള്ളമാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്തൊക്കെയുണ്ട് കേട്ടോ. Going again and again. Food. Okay. Okay, these are toppings, so not topic kind this. Yeah, not selected. Yeah. So put the shopping cart. Okay, now you got it. Put the shopping cart. And next payment. ഒരു ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ മണിക്കൂറായി കേട്ടോ. നിങ്ങൾ ഇപ്പോഴല്ല കണ്ടത്, ഇത്രയും നേരം ഇതിലൂടെ ഇങ്ങനെ ഓട്ടിച്ച് നോക്കിയിട്ട് അയ്യോ ഇത്രയും പാടുണ്ടാവും ഒരു ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട്. ഭാഷ അറിയാത്ത സ്ഥലങ്ങളിൽ വന്ന പ്രശ്നം ഇതാണ് കേട്ടോ. അപ്പോൾ പയ്യെ എനിക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. കുറേ മണിക്കൂർ നോക്കിയിട്ട് ഓർഡർ ചെയ്ത് ഈ സാധനം. ഇവിടെ ഓർഡർ ചെയ്ത സാധനമൊക്കെ കിട്ടാൻ വളരെ ഈസിയാണ്, പക്ഷേ ഓർഡർ ചെയ്യാനാണ് നമ്മൾ സമയമെടുക്കുന്നത്. എന്താണ് കറക്റ്റെന്നൊന്നും അറിയില്ല. നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഓർഡർ ആണെങ്കിൽ ഏറ്റവും നമുക്ക് ആവശ്യമില്ലാത്ത ഏതോ ഒരു സാധനം കേട്ടോ. ഇത് പോത്തിൻ്റെയോ എന്തിൻ്റെയോ ബീഫിൻ്റെ എന്തോ ഇങ്ങനത്തെ എന്താ പറയുക ഒരു ബളുബള് സാധനമാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത അതാണ്. കറിയിൽ കൂടുതൽ അതാണ് കേട്ടോ, മീറ്റേ ഇല്ല. എന്തൊരു ഭയങ്കര സ്പൈസി കേട്ടോ. എരിയായിട്ടുള്ള ഓർഡർ ചെയ്തത് കൊറിയക്കാർ നല്ല സ്പൈസിയാണ് കേട്ടോ. എന്നെ സേ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കണ്ടോ, ഒലിവ് യങ്ങായിട്ട് ജീവിക്കുക. What are you going to do here? We going one mahin ipo. എനിക്ക് വേണ്ടി എന്തോ വാങ്ങാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. കാരണം ഓൾറെഡി എന്നെ കാണാൻ വരാനുള്ള സേയുടെ പ്ലാൻ. എൻ്റെ ഫ്ലൈറ്റ് ആദ്യം മുടങ്ങിയോണ്ട് എന്നെ കാണാൻ വേണ്ടി തായ്ലൻഡ് വരായിരുന്നു. അപ്പോൾ ഓൾറെഡി ഈ കടയിൽ പോയിട്ട് എന്തൊക്കെ സാധനം വാങ്ങിച്ചോണ്ട് വരാനുള്ള പ്ലാനാണ് കേട്ടോ. ഇപ്പം പറ്റൂല, അവൾക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞതാണ്ട് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഏതോ ഒരു ബ്യൂട്ടി സ്റ്റോറിൽ. എന്നിട്ട് എന്നെ സുന്ദരനാക്കാൻ വേണ്ടി ഫുള്ള് ബ്യൂട്ടി സ്റ്റോഴ്സ് ആണ് കേട്ടോ. ഭയങ്കര കോമൺ ആണ് ഇവിടെ ബ്യൂട്ടി സ്റ്റോഴ്സ്. എന്തോ ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ വയസ്സും ഇതൊക്കെ വെച്ചിട്ട് നമുക്കിനി ഇത് വെച്ചിട്ട് എന്തോ ക്യാപ്ചർ ചെയ്യണം കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് ഡയഗ്നോസിസ് ചെയ്യാനാണ് കേട്ടോ. അതോ ഓ മൈ ഗോഡ്, എൻ്റെ പിമ്പിൾസ് ഒക്കെ നോക്കിയേ. പിമ്പിൾസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാം സൂം ചെയ്ത് കാണാൻ പറ്റും. ഒരു കട ഫുള്ള് വാങ്ങുവാണല്ലോ ഇത്. അല്ലാ, കുറേ ഉണ്ടല്ലോ. എന്തൊക്കെയോ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിച്ചു ആർ യു സാറ്റിസ്ഫൈഡ് എന്ന്. അപ്പോൾ പറഞ്ഞു നോട്ട് എറ്റ് എന്ന് കേട്ടോ. എനിക്ക് വേണ്ടി എന്തൊക്കെ ഒരു സേവ് ചെയ്ത് വെച്ച് എന്തൊക്കെ ഫോട്ടോസ് പോയി അവരുടെ അടുത്ത് കാണിച്ചു കൊടുത്തു. പക്ഷെ അവരുടെ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പക്ഷേ ഫോട്ടോറിസം ഇത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമാണ് കേട്ടോ. ഫോട്ടോറിസം കളർ. ചില സ്ഥലത്ത് ബോക്സ് കാണും. ആ ബോക്സിൻ്റെ അകത്ത് ഇതും അത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുന്നു, നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് താണ്ടെ പലതരത്തിലുള്ള കണ്ടില്ലേ ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ ഫോട്ടോ വന്ന്
സുന്ദരമാക്കാൻ വേണ്ടി ആൾക്കാർ പല രീതിയിൽ കണ്ടില്ലേ മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അതൊക്കെ വെച്ച് നമുക്ക് എന്നിട്ട് ഫോട്ടോ എടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഇതിൽ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രിപ്പയർ ചെയ്യാം. എന്നെ കാണാൻ ഒരു മെനയില്ലാത്തവനെ പോലെ കേട്ടോ. ഇവിടെ കടയിൽ വേറെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഈ കട നോക്കാൻ. നമുക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും വന്ന് ഇടുക, അതൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇടുക, ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുക. ഇതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ എന്താ പറയുക, അതിൽ കുറച്ച് സമയമുണ്ട്, അതിനുള്ളിൽ എങ്ങനത്തെ ഫോട്ടോ വേണം അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. അതാണ് സംഭവം. ഇവിടെ നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. കണ്ടില്ലേ, ചില ആളുകൾ വെറുതെ ഒന്ന് മുഖം നോക്കി വൃത്തിയാവാനൊക്കെ ഇവിടെ വന്നിട്ട് ഇതാ പോകും. ഇതാ കണ്ടില്ലേ, പുള്ളിക്കാർ മുഖം നോക്കി വൃത്തിയാക്കിയിട്ട് പോവാം. അവിടെ പോലീസ് ക്യാപ്പ് വെച്ചിട്ടുള്ളത് പലതരം സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെ പോലീസിയാ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പലതരത്തിലുള്ള ക്യാപ്പ് വയ്ക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഈ സംഭവം. സാധാരണ ഇങ്ങനെ കൗണ്ടർ മാത്രം കണ്ടിട്ടുണ്ട്, ഇത് ഫുൾ ഷോപ്പായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് കാണുവാണ്. നമ്മളിവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബേസിക്കിൽ പോയിട്ട് നമുക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പം 4000 യോണാണ്. 4000 യോണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 250 രൂപ വരും. അത് 2 ഇത് കിട്ടും, 2 കോപ്പി കിട്ടും. ഇനി നമുക്ക് പൈസ കൊടുക്കേണ്ടതാണ്. ഇനി ക്യാഷ് ആണോ ക്രെഡിറ്റ് കാർഡോ? ക്യാഷ് കണ്ടില്ലേ, നമ്മൾ ക്യാഷ് അമർത്തിയിട്ട് ഈ മെഷീനിലിടുക. ക്യാഷ് എടുക്കുമ്പോൾ നോക്കാം. നേരെ വെക്കണോ കേട്ടോ, അത് കറക്റ്റ് പൈസ തന്നെ വെക്കണമെന്തോ. നമ്മുടെ പേയ്മെന്റ് അവസാനം കാർഡ് വെച്ചിട്ട് ആയിട്ടുണ്ട്. ക്യാമറ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ 7000 പോയി കേട്ടോ. 7000 എന്ന് പറയുമ്പോൾ വെറുതെ ഈ മെഷീൻ്റെ അകത്തിട്ട് 7000 ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 7000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 400 രൂപ വെറുതെ പോയി കേട്ടോ. റെഡി, ഗെറ്റ് റെഡി. ഓ, നമ്മുടെ ഫോട്ടോസ് അടിപൊളി ഫോട്ടോസ് കേട്ടോ. നൈസ്. ഐ തിങ്ക് വി ക്യാൻ ചൂസ് ഔട്ട് ഓഫ് 8 പിക്ചർ. നമ്മൾ 8 ഫോട്ടോന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, കമോൺ. നമ്മൾ 4 ചൂസ് ചെയ്തു, ഇഷ്ടപ്പെട്ടത്. ഇനി എന്താ? ഓ, ഇതിൽ നമുക്ക് എഴുതാം ഹാപ്പി ബർത്ത്ഡേ ടു അസ്. ആവശ്യമുള്ള എഴുതാം കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ആവശ്യമുള്ളത്. അല്ലെങ്കിൽ കളർ വയ്ക്കാം ആവശ്യമുള്ളത്. പോളാറോയിഡ് ഫ്രെയിം അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇതാക്കിയാൽ അങ്ങനെ വരും. കളറ് ഇതെന്താ? ഓ, കളർ മാറ്റാൻ പറ്റും കേട്ടോ. അവസാനം നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം വീഡിയോ എടുക്കുന്നതിന്റെ നിമിഷങ്ങളാണ് കേട്ടോ അതിൽ കാണുന്നത്. അതാണ് കേട്ടോ. 2 ജോഡി വേറെ ഫോട്ടോ എടുക്കാനുള്ള ഇവിടെ പൈസ നഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ഒന്നേ കിട്ടിയുള്ളൂ. 4000. ഇതാണ് കേട്ടോ. Nice. Yes, they're really good. They were easy coming here. It's nice. I like it. നമ്മൾ ഇനി ഇടിക്കുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2 ഇടി ഇടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ കേട്ട് ഇടിച്ചു നോക്കിയിട്ടില്ല. നമ്മളിനി അടിക്കാനൂടെ വേണ്ടി പോവാണ് കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. But you're first because that's... No, first you. No, first you. You can do it. Go. Okay. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന സംഭവമാണല്ലോ ഫോട്ടോഗ്രാഫി. ഇവിടെയുണ്ടല്ലോ, ഇവിടെയും അങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയും കുറെ സാധനമാണ്. പക്ഷെ ഇവിടെ ഭയങ്കര നാറ്റം കേട്ടോ. പക്ഷെ ഇവിടെ സോ സ്മെല്ലി, റൈറ്റ്? വെരി സ്മെല്ലി. കിട്ടാത്തോണ്ട് കിട്ടിയ എവിടെ നോക്കിയാ പോയിട്ട് ഓടിപ്പോയി കാണിച്ചിട്ട് വന്ന കേട്ടോ. Second famous thing in Korea from pharmacy. കൊറിയയിലോട്ട് വന്നോണ്ട് ഇത്രയും പാടുപെട്ട് കൊറിയയിലോട്ട് വന്നോണ്ട് എന്റെ സ്കിൻ കെയർ കുറച്ച് എനിക്ക് കിട്ടിയ കേട്ടോ. ഞാൻ യാത്ര ചെയ്തപ്പോഴും എന്റെ മുഖമൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മോക്കുരു ഞാൻ അങ്ങനെ നോക്കിയൊന്നുമില്ല കേട്ടോ. സ്കിൻ കെയർ ഞാൻ ഒട്ടും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ പൊതുവെ ആൺകുട്ടിയോ അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചെയ്യണം ഒരു പരിധി വരെയൊക്കെ. അപ്പൊ ഞാൻ ആ പരിധി പോലും ചെയ്യൂല, ഒട്ടും ചെയ്യാറില്ല. അപ്പൊ എപ്പോഴും എന്നെ നല്ലപോലെ സ്കിന്നൊക്കെ പരിപാലിക്കും കേട്ടോ. ഇത് ജോലിക്ക് വേണ്ടി വെയിലടിക്കാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ എല്ലാം ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഇട്ടോ. എന്ത് ചെറിയ സാധനത്തിനും ബസ്സിന് വേണ്ടി 1.5 മണിക്കൂറായ കേട്ടോ. 1.25 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മള്
ഒരാളെ വിളിച്ചിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ, ഭക്ഷണത്തിന് വേണ്ടി സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതിനിടയിൽ ഒരാളെടുത്ത് ചോദിക്കുകയാണ്, ദുജിഗോഗി ഫുൾ ദുജിഗോഗി എന്ന് പറഞ്ഞാൽ പോർക്കാണ് കേട്ടോ, പോർക്കാണോ അല്ലേന്ന് ചോദിക്കുവാണ്. ചിക്കൻ ഓക്കെ ബാക്കിയെല്ലാം ദുജിഗോഗി, അതർ എവറിത്തിങ് ദുജിഗോഗി. അങ്ങനെ നമ്മൾ ഒരു ലോഡ് സാധനം വാങ്ങിച്ചു. Yes, let me help you at least. You me full. Carried these things before. അങ്ങനെ no. My mother will see this, okay? My mom will see this. I don't help. Just say